ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു തേങ്ങാ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയല്ലോ. സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാണേ. നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ. നമ്മളൊരു 3 തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ്. നമുക്കത് ഒന്ന് തിരുമ്മി എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മല്ലി ഒന്ന് ചൂടാക്കാം. മല്ലി ചൂടായതിന് ശേഷം നമുക്ക് വറ്റൽമുളകും ചേർക്കാം. നമുക്കിതിനകത്ത് കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, കുറച്ച് മുളകും ചേർക്കാം. നമുക്ക് തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേപോലെ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ഒരേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയും വേണ്ടുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ മുളകും മല്ലിയും ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. 1 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ തുമരം പരിപ്പും കൂടെ ചേർക്കാം. വേണമെന്നുള്ളവർക്ക് കുറച്ച് 1 സ്പൂൺ വരെ നമുക്ക് തുമരയും ചേർക്കാം, 1 സ്പൂൺ കുരുമുളകും ചേർക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ തന്നെ നമ്മൾ കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ എല്ലാം ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. നമ്മൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഇളക്കി പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒരുമിച്ച് ചേർത്താണ്. മുളക് ചേർത്തിട്ടുണ്ട്, മല്ലി ചേർത്തിട്ടുണ്ട്, തുമര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കായം ചേർക്കണം. ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, കുരുമുളക് ചേർത്തിട്ടുണ്ട്, തുമരം പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇനിയും കായപ്പൊടിയും കുറച്ച് പുളിയും കറിവേപ്പിലയും മതിയാവും. നമ്മൾ അവസാനം കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ നല്ലപോലെ മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയുടെ മണമൊക്കെ ഏറെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെയൊക്കെ ചേർക്കാം. ഇത് 3 തേങ്ങയാണ്, ചെറിയ 3 തേങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇരുമ്പ് കടായിലായതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരും. നമ്മൾ സൂക്ഷിച്ച് ഇളക്കിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ കഴിഞ്ഞ് അടുത്ത കുറച്ചൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ ആ ചൂടിൽ കിടന്ന് നല്ലപോലെ ഇളക്കിയെടുത്താൽ മതിയാവും. നല്ലപോലെ മൂത്ത് വരും. ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ മൂത്ത് വരണം. നമുക്ക് കറിവേപ്പിലയും ചേർക്കാം, ഉപ്പും ചേർക്കാം. ചൂടോടെ കൂടി തന്നെ ഉപ്പും കറിവേപ്പിലയും ചേർക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ചമ്മന്തിപ്പൊടി കേടാവാതെ ദീർഘനാളിരിക്കും. നമുക്ക് പുളിയും കൂടെ ചേർക്കാം. ഒരു വലിയ നാരങ്ങയുടെ അളവിനനുസരിച്ച് പുളി വേണം. നമുക്കിത് ചെറുതായി കട്ട് ചെയ്തിടാം. പുളിയും ചേർത്ത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കായവും കുറച്ച് കായപ്പൊടിയും ചേർക്കാം, കുറച്ച് കാശ്മീരി പൊടിയും ചേർക്കാം. കായത്തിൻ്റെ അളവൊക്കെ എല്ലാവർക്കും വേണ്ടുന്നതനുസരിച്ച് കുറച്ച് ഏറെ ചേർത്താലും നല്ലതാണ്. കുരുമുളകും ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. എരിക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിക്ക് വേണ്ടിയിട്ട് മുളക് ചേർക്കാം. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുവന്ന കൊച്ചു കുട്ടികളാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അധികം എരി ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ കുറച്ച് കുരുമുളകും ചേർത്താലും നല്ലതായിരിക്കും. മുളക് വറ്റലും 3-4 കൂടെ ചേർത്താലും നല്ലതായിരിക്കും. ഇത് 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്ത് വരുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ പാനിലിരുന്ന് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ചൂടായി വന്നോളൂ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ അത് അടി ഇരുന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. തണുക്കുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഉപ്പും ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നതനുസരിച്ച് കുറവുകളെല്ലാം ഉണ്ടെങ്കിൽ അത് വേണ്ടുന്ന ഉപ്പൊക്കെ ചേർക്കാം. പുളിയൊക്കെ കുറച്ച് ഏറെ മുമ്പേ നിന്നാലാണ് ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഉണങ്ങിയ തേങ്ങയാണെങ്കിലും നമ്മൾ ചെറിയ ഉള്ളിയും തുമര, മല്ലി ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് എണ്ണ ഊറി വരില്ല. നല്ല ചമ്മന്തിപ്പൊടി നല്ല പൊടിയായിട്ട് തന്നെ ഇരിക്കും. കറിവേപ്പിലയൊക്കെ വറക്കുമ്പോഴേ ചേർക്കുന്നതുകൊണ്ടും ഉപ്പുമൊക്കെ നേരത്തെ ചേർക്കുന്നതുകൊണ്ടും ചമ്മന്തിപ്പൊടി കേടുകൂടാതെ ദീർഘനാളിരിക്കും. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. വളരെ ടേസ്റ്റാണ്. നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ 1 മാസം വരെ കേടുകൂടാതിരിക്കും. എന്നാലും കൂടെ കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോവും.
രണ്ടോ മൂന്നോ തേങ്ങയ്ക്കൊക്കെ ചെയ്താൽ മതിയാവും. നമുക്ക് തീരുമ്പോൾ വീണ്ടും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് ആദ്യമാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ്. ഉണ്ടാക്കി ഉടനെ കഴിക്കുമ്പോഴാണ് ഇതിന് വളരെ ടേസ്റ്റ് തോന്നിക്കുന്നത്. ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ ഇട്ട് വയ്ക്കാം. ചിൽ ബോട്ടിൽ ഇടുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ നല്ലതായിരിക്കും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കനോടൊന്ന് ഇനേബിൾ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.